കാട്ടുപോത്ത് നിൽക്കുന്നു. കാട്ടുപോത്ത് പീലിയൊന്ന് വിടർത്തുവോ? നോക്കി എന്തോരം കാട്ടുപോത്താ നിൽക്കുന്നതെന്ന്. ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് കാറിലാണ്. അപ്പോൾ നമ്മുടെ ഹോണ്ട സിറ്റി ആയിട്ടാണ് ഇന്നത്തെ ഒരു യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു യാത്ര എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈസൂർക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഒന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പത്താണ്. ഇത് നോക്കിയേ ഫുള്ള്. നിങ്ങൾക്കത് ആ ഒരു ഭാഗമൊക്കെ കാണുമ്പോൾ മനസ്സിലാവും എന്ത് രസമാണെന്ന് നോക്കിയാൽ. ആ ഒരു ഭാഗം കാണാനായിട്ട് നല്ല രസമില്ലേ കണ്ടോ ഫുള്ള്. അതുപോലെ തന്നെ അത് നമ്മൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു ഭാഗത്തു നിന്നാണ്. അവിടെ ഫുള്ള് കാർമേഘമാണ്, മഞ്ഞും കാര്യങ്ങളും, മഴ വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മഴയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ അടിപൊളി ഒരു കാലാവസ്ഥയാണ്, സെറ്റാണ്. നമുക്കിനിയിപ്പോൾ നേരെ പോവാം, നേരെ അങ്ങോട്ട് പോവാം. നമ്മുടെ വണ്ടി ഇത് അവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 6:30 ആവാറായിട്ടുണ്ട്. നമുക്ക് നേരെ ഇനിയിപ്പോൾ അങ്ങോട്ട് പോയാൽ ഏതാണ്ട് 500 കിലോമീറ്റർ മേളിലുണ്ട് ഇവിടുന്ന്. വരുന്ന വഴിക്ക് വണ്ടി നിർത്തിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കയറി കഴിക്കാൻ പോവാണ്. ഹോട്ടൽ ശ്രീ ബാലാജി ഭവനിൽ കയറിയിട്ട് ഇവിടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഇപ്പോൾ സമയം ഏതാണ്ട് 7:30 ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കാരണം നല്ല ട്രാഫിക്കുണ്ട്, നല്ല വണ്ടിയും ഉണ്ട്. അപ്പോൾ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2 ഗോകുലും ഉണ്ട്, ചിരാതും ഉണ്ട്, പിന്നെ ഞാനും ഉണ്ട്. നമ്മൾ 4 പേരാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോട്ടലിൽ കയറി കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കാണിക്കാൻ പറ്റിയില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. കയറി എല്ലാവരും കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് വീഡിയോയുടെ കാര്യം ഓർത്തത്. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് തീർക്കാം. സമയം ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ നേരെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമംഗലം റൂട്ടാണ്. സത്യമംഗലം പോയിട്ട് അതിലേ പോകാനാണ്. ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കോയമ്പത്തൂരും കൂടെ കയറുമായിരിക്കും. ഈ ഒരു ഹൈവേ ചുമ്മാ ഒന്ന് നിർത്തിയതാണ്. എന്നാ കേട്ടില്ല ഒന്നുകൂടെ പറയടാ. നാണമാണ് ഇവിടെ. കിട്ടിയിട്ടുണ്ട് അടങ്ങി ഉമ്മ നിർത്തിയതാണ് വെറുതെ. ഇനിയിപ്പോൾ ഇവിടുന്ന് കോയമ്പത്തൂരിന് ഏതാണ്ട് 117 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ഇത് അങ്ങ് നോക്കി സെറ്റപ്പ് മലയൊക്കെ കാണാൻ കേട്ടോ. ഇത് അവിടെ ഉണ്ട്. ഇത് കിടിലിനൊരു ഹൈവേയും കൂടെ ആട്ടോ. കുറച്ച് നേരമായതേ ഉള്ളൂ നമ്മൾ ഈ ഒരു ഹൈവേ കയറിയിട്ട്. ഇത് കോയമ്പത്തൂരിനുള്ള ഒരു ഹൈവേ ആണ്. ഏതാണ്ട് ധാരാപുരം എന്ന് പറയുന്ന ആ ഒരു സ്ഥലം കയറി പോകുന്ന ഒരു ഹൈവേ ആണ്. ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് ഇതല്ലേ ഹൈവേ ഉണ്ടോ. ഇപ്പോൾ കിടിലിന സാധനമാണ്. പുല്ലരയുന്ന സൗണ്ടില് നമ്മൾ വണ്ടിയും കൊണ്ട് വന്ന വഴിയാട്ടോ ഈ കാണുന്നത്. ഇതിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വണ്ടി ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇത് നോക്കി ഈ ഒരു ഭാഗം മൊത്തം കാറ്റാടിയാണ്. കാറ്റുണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരെണ്ണം കേട്ടോ. ഇത് നമ്മുടെ അവിടത്തേക്കാളും കുറച്ചുകൂടെ വലുതായിട്ടാണ് തോന്നുന്നത്. അതിൻ്റെ ലീഫ് മാത്രം കുറച്ച് ചെറുതാണ്, പക്ഷേ ബാക്കിയെല്ലാം നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഈ ഒരു പാറ കയറ്റിയിട്ട് കേട്ടോ. ഇത് നോക്കി ഈ ഒരു ഭാഗം മൊത്തം കാറ്റാടിയാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അത്യാവശ്യം ചൂടുമുണ്ട്, എന്നാലും കാറ്റൊക്കെ അടിക്കുന്നതുകൊണ്ട് വലിയ സീനില്ല. ശരിക്കും പറഞ്ഞാൽ ഈ വഴിയിൽ കൂടെ ആദ്യമായിട്ടായിരിക്കും ഇതുപോലൊരു ഹോണ്ട സിറ്റിയൊക്കെ ആയിട്ട് കയറി വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വഴി വലിയ സീനില്ല, എന്നാലും ചെറിയ സ്ഥലങ്ങളിൽ അടി തട്ടുന്ന പോലൊക്കെ വന്നു. പക്ഷെ തട്ടിയില്ല കേട്ടോ, സീനില്ലായിരുന്നു. നൈസായിട്ട് ഇങ്ങ് പോന്നു. എന്നാലും വ്യൂ അടിപൊളിയാണ് കേട്ടോ. നമുക്കത് നൈസിന് അവിടെയും കൂടെ ഒന്ന് പോയിട്ട് വരാം. അങ്ങനെ ഇതിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇത് നോക്കി, അയ്യോ കൊള്ളാം കേട്ടോ. ഈ ഒരു സൈഡ് മൊത്തം പനിയുണ്ട്. അതായത് അതെന്ത് സാധനം നിങ്ങൾക്ക് ഞാൻ പോകുന്ന വഴിക്ക് ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇവിടെ നിന്ന് കാണത്തില്ല കേട്ടോ. ആ സാധനം കണ്ടോ, അതിലൊരു കായുണ്ട്, ഒരു കഴിക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ ഈ സാധനം വിഷയം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ തിരിച്ചു പോവാം, വണ്ടി അടുത്തേക്ക് പോവാം. ഇനി നമുക്കൊരു ഓഫ് റോഡാണ് മുന്നിൽ കിടക്കുന്നത്. അവിടെ നിന്നല്ലേ ഇറങ്ങി നമ്മൾ മെയിൻ റോഡ് തിരിച്ചു വന്ന് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ ഇല്ലേ കോയമ്പത്തൂരാണ്. ഞാൻ നേരത്തെ അവിടെ വെച്ച് കാണിച്ചില്ല ആ പനയുടെ മണ്ടയ്ക്ക് തന്നെ ആ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതെ ഇതാണ്. ഇതേണ്ട, ഇതെങ്ങനെ സംഭവം വെച്ചാൽ ഇത് പൊളിച്ചിട്ട് ഇത് തിന്നണം. നല്ല രുചിയാണ്, സെറ്റാണ് സാധനം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് പതുക്കെ നമുക്ക് അങ്ങോട്ട് പോവാം. ജസ്റ്റ് ഈ ഒരു കടയുടെ ചോട്ട് ജസ്റ്റ് ഒന്ന് കയറി ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് സത്യമംഗലം പോവാണ്. ഇവിടെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ സത്യമംഗലത്തേക്ക് പോവാണ്. സമയം ഇപ്പം 1:30 ആയിട്ടുണ്ട്. ഇവിടുന്ന് 66 കിലോമീറ്ററേ ഉള്ളൂ സത്യമംഗലത്തിന്. 1.5 മണിക്കൂറാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു കടയിൽ കയറി കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ബിരിയാണിയും ഫ്രൈഡ് റൈസും ആണ് കഴിച്ചത്. തിരിച്ച് വണ്ടിക്കകത്ത് വന്നു. വെളി മഴയാണ് കേട്ടോ ഇപ്പോൾ. ഇനിയിപ്പോൾ ഇവിടെ നേരെ സത്യമംഗലത്തിനാണ്.
എങ്ങും പോയിട്ടില്ല, കോയമ്പത്തൂർ ടൗണിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു വഴി നോക്കിക്കേ. അപ്പോൾ ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് സത്യമംഗലം പോകുന്ന വഴിക്കുള്ളതാണ്. ഈ ഒരു വഴി നോക്കിക്കേ, എന്ത് രസമല്ലേ. അതുപോലെ തന്നെ ഇത് ഇങ്ങോട്ടും. പിന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ആ കാണുന്നത് ആ ഒരു ഭാഗത്താണ് നമ്മുടെ ഊട്ടി. ആ ഒരു ഇത് കിടക്കുന്നുണ്ട്, ആ ഒരു ഭാഗത്താണ് ഊട്ടി. പക്ഷേ ഈ ഒരു വഴിയുണ്ടല്ലോ എന്ത് രസമെന്ന് നോക്കിയത്. ഈ ഒരു സ്ഥലമൊക്കെയാണെങ്കിൽ പോലും ചുമ്മാ കിട്ടിലൻ. എന്നാലും നമ്മളൊരു 7:30 ആവും മൈസൂര് ചെല്ലുമ്പോൾ. അങ്ങനെ നമ്മൾ സത്യമംഗലം ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. സത്യമംഗലം ടൈഗർ റിസർവ് ആണിത്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഫുള്ള് ഹെയർ പിമ്പൻ്റാണ്. അന്ന് ഇങ്ങനെ വന്നപ്പോഴേക്കും രാത്രിയായിപ്പോയി നമ്മൾ. അപ്പോഴേക്കും ഇന്ന് പകലൊരു സമയത്താണ് നമ്മൾ പോകുന്നത്. ഭാഗ്യം ഉണ്ടെങ്കിൽ ഇന്ന് പുലിനെയോ കടുവേനെയോ എന്തിനേലും ഒക്കെ കാണാൻ പറ്റും. ആനേനെയൊക്കെ കണ്ട് കുറച്ച് അപ്പുറത്ത് വെച്ചായിരുന്നു. ഈ തവണ ഒന്നിനും കണ്ടില്ല. അങ്ങനെ വണ്ടി ഇവിടെ ഒന്ന് നിർത്തി, ചുമ്മാ നിർത്തിയതാണ്. ജസ്റ്റ് നമ്മൾ അവിടെ നിന്ന് കയറിയതേ ഉള്ളൂ. കയറിയത് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് നിർത്തി. ഞങ്ങൾക്കത് ആ ഒരു ഭാഗത്ത് കാണാൻ പറ്റത്തില്ല. അവിടെ നിന്ന് നല്ലപോലെ സൂര്യൻ്റെ പ്രകാശം അടിക്കുന്നുണ്ട്. പക്ഷേ അത് ഇപ്പം കാണാം കേട്ടോ. ആ ഒരു ഭാഗത്തൊക്കെ നോക്കി ഫുള്ള് മഞ്ഞൊക്കെ കയറി കിടക്കുന്നത്. നമുക്ക് പോകേണ്ട വഴി ഇതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഫുള്ള് ഹെയർ പിമ്പൻ്റാണ്. ഇനിയപ്പോൾ അങ്ങോട്ട് നമ്മുടെ ചെറുക്കനും ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇത് രസമാണെന്ന് നോക്കി നമ്മുടെ ചെറുക്കൻ കിടക്കുന്നേ. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു കിട്ടിലിനൊരു വ്യൂ പോയിന്റ് വന്നിട്ടുണ്ട്. എൻ്റെ ഓരെ. അപ്പോൾ ഇത് ഈ ഒരു ഹെയർ പിൻ എന്ന് പറയുന്നത് മൊത്തം 27 ഹെയർ പിൻബെൻ്റാണ്. നമ്മൾ കയറി വന്ന വഴിയാണ് കേട്ടോ. അന്ന് രാത്രി ഞാൻ നിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ഇവിടുത്തെ ഒരു വ്യൂ ഇപ്പം കാണിച്ചു തരാം കേട്ടോ. കണ്ട എൻ്റെ മോനെ ഫോണടിക്കാരിയടാ ഉമ്മായിരുന്നു. അപ്പോൾ ഈ ഒരു വ്യൂ നോക്കിക്കേ, നമ്മൾ വന്ന വഴി കേട്ടത് ആ കാണുന്നതൊക്കെ. ഈ കാട്ടിക്കൂടാണ് നമ്മുടെ വീരപ്പൻ സാർ പോയിക്കൊണ്ടിരുന്നത്. സീൻ ഇത് കണ്ട എന്തായാലും എന്ത് രസമാണെന്ന് നോക്കിയേ. അന്ന് നമ്മളിത് ഈ ഒരു സെയിം സ്പോട്ടിലാണ് കയറിയുന്നത് നോക്കിയേ. അന്ന് പക്ഷേ ഒന്നും കാണത്തില്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം നല്ലപോലെ ആണ്. ആ ഒരു വഴിയൊക്കെ നോക്കി കണ്ട സെറ്റ്. നമ്മൾ വണ്ടി എടുത്ത് വന്നിട്ട് വരുന്ന വഴിക്ക് വണ്ടി വീണ്ടും നിർത്തി. ആ ഒരു ഭാഗത്ത് നിങ്ങൾക്കൊന്നും കാണത്തില്ല. അവിടെ കുറേ മാൻ നിപ്പുണ്ട്. ഇതേണ്ട അങ്ങ് നിപ്പുണ്ട് കേട്ടോ. ആ ഒരു എൻ്റെ ഈ കൈയുടെ നേരെ അവിടെ കുറേ എണ്ണം ഉണ്ട് കേട്ടോ. സമയം ഇപ്പോൾ ഏതാണ്ട് 6 മണി ആറായിട്ടുണ്ട്. ഇത് ഈ ഒരു കാലാവസ്ഥ നോക്കിയാൽ ഫുള്ള് ഇപ്പോൾ ഒരു കിട്ടില മഴ പെയ്യാനായിട്ടുള്ള നല്ല ചാൻസ് ഉണ്ട്. ആ ഒരു ഭാഗമൊക്കെ ആണെങ്കിൽ പോലും നല്ലപോലെ കാർമയൊക്കെ ഇരച്ച് വരുന്നുണ്ട് കേട്ടോ. ഇത് നോക്കിയാൽ നല്ല രസമില്ലേ നമ്മുടെ വണ്ടിയൊക്കെ കിടക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യൂ എന്ന് പറയുന്ന ചുമ്മാ കിടിലാണ്. അത് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു ആംബിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അതുപോലെ തന്നെ അതെ നമ്മുടെ ഈ ഒരു പുലിയുടെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ആംബിയൻസ് നോക്കി എന്ത് രസമല്ലേ കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ക്യാമറയിൽ കൂടെ ഫീൽ ആകുന്നില്ലേ പോലും എനിക്ക് നല്ലപോലെ ഫീൽ ആകുന്നുണ്ട്. കാരണം അമ്മാതിരി സീൻ വൈബാണ് കേട്ടോ. എന്തായാലും രാത്രിയാവും മൈസൂര് ചെല്ലുമ്പോൾ. അതുകൊണ്ടൊക്കെയാണ് ഇതുപോലെ പതുക്കെ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ കോയമ്പത്തൂർ പോയില്ലായിരുന്നെങ്കിൽ നമ്മൾ കറക്റ്റ് സമയത്ത് അവിടെ ചെന്നേനെ. പക്ഷേ അങ്ങനെ പോയിരുന്നേ പോലും നമുക്ക് ഈ ഒരു വൈബ് കിട്ടത്തില്ലായിരുന്നു. ആണെങ്കിലും എല്ലാം ഒരു നമ്മുടെ ഒരു സമയം. അതുകൊണ്ട് നമ്മുടെ കാട്ട് വന്ന് നിൽക്കുന്നു കേട്ടോ. നല്ല കാറ്റുണ്ട്. ഹായ് ഗായ്സ്, നിർത്തിക്കണം. ഞാൻ കണ്ട വിശേഷം സുഖമാണോ? ശരി എന്നാ, ഓക്കെ ബായ്. അപ്പം വേണ്ട നമ്മുടെ മയിൽ ദേ പോകുന്നു. ആൺമയിലാണ്. ഇവിടെ നോക്കടാ. കൊച്ചിറക്കാടാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കിയിട്ട് പോടാ. ഇല്ല, അവൻ പേടിച്ച് ഓടി ഗൈസ്. കണ്ടോ നിൽക്കുന്ന കണ്ടോ. നമ്മൾ വരുന്ന വഴിക്ക് വീണ്ടും വണ്ടി നിർത്തി. അവിടെ കുറേ എണ്ണം നിൽപ്പുണ്ട് കേട്ടോ. വേറെ 2-3-4 മാൻ നിൽപ്പുണ്ട്. കുറേ എണ്ണം അങ്ങോട്ട് ഓടിയും പോയി. പിന്നെ ഞങ്ങൾ നോക്കിയത് ഈ ഒരു ഭാഗത്ത് നല്ല രസമില്ലേ കാണാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നോക്കി ഫുള്ള് മഞ്ഞിറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ മഴയുണ്ട്. ഇതുണ്ടോ, മഴയും പെയ്യുന്നുണ്ട്. ഇത് ഫുള്ളൊരു വേറൊരു വൈബല്ലേ മൊത്തത്തിൽ. വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇത് ഈ ഒരു വ്യൂ നോക്കി എന്ത് രസമാണെന്ന് നോക്കി. ഈ കിട്ടില്ല വ്യൂ കേട്ടത്. ആ ഒരു ഭാഗമൊക്കെ നോക്കി എൻ്റെ മോനെ. അതുപോലെ തന്നെ അത് ഇവിടെ ഫുള്ള് ഈ ഒരു സൈഡ് മൊത്തം മഞ്ഞ് കയറി കിടക്കുവാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 7 മണി ആയിട്ടുണ്ട്. അപ്പോഴും നമ്മുടെ ഈ ഒരു കാലാവസ്ഥ നോക്കി എന്തായാലേ ഒരു പ്രത്യേക ഒരു വൈബ്. ശരിക്കും ഇത് നേരിട്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ക്യാമറയ്ക്കകത്ത് ആ ഒരു സെറ്റപ്പ് കിട്ടത്തില്ല. ഇത് കണ്ടോ എന്ത് രസമല്ലേ കാണാനായിട്ട്. മൈസൂർ കൊട്ടാരത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഏതാണ്ട് 9 മണിയൊക്കെ ആറായിട്ടുണ്ട്. ഇവിടുത്തെ ലൈറ്റ് ഷോ ഒക്കെ കഴിഞ്ഞു കേട്ടോ. വന്നപ്പോൾ ഇച്ചിരി താമസിച്ചു പോയി. പക്ഷെ എന്നാലും അത്യാവശ്യം ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കയറാൻ പറ്റുമോയെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. എന്നാലും ഞങ്ങളങ്ങ് ചുമ്മാ കയറുവാണ്. ഇത് കണ്ടോ നല്ല രസമില്ലേ കാണാനായിട്ട്. അത് അവിടെ പോയിന്ന് നോക്കാം കേട്ടോ. അതിൽ ഓടിച്ച് വിടുന്നിടം വരെ അവിടം വരെ പോവാം.
നമ്മൾ അതിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല. ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാളും നല്ല രസമുണ്ട് കേട്ടോ. നേരിട്ട് കാണാൻ ഇതിൻ്റെ അകത്ത് വേറെ കളറൊക്കെയാണ് കാണിക്കുന്നത്. ഇതെന്താ ഇത്? അങ്ങനെ റൂമൊക്കെ എടുത്തിട്ട് നമ്മൾ ഇപ്പം ചുമ്മാ ഇതിൽ വെളിയിൽ കൂടെ ഇറങ്ങി നടക്കുവാണ്. ഇപ്പം കഴിക്കാൻ വേണ്ടി പോയതാണ്. കഴിക്കാൻ പോയിട്ട് തിരിച്ച് റൂമിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. സമയം ഇപ്പം 12 മണിയായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ കിട്ടില്ല കേട്ടോ. അയ്യോ, ചൂടുണ്ടായിരുന്നെങ്കിൽ സീനായി പോയേനെ. അപ്പോൾ ഇതിൻ്റെ ബാക്കി എന്ന് പറയുന്നത് നാളെ ആയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. നമ്മൾ രാവിലെ ഇറങ്ങി വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ഇപ്പോൾ ഈ വന്നേക്കുന്നത് മൈസൂർ പാലസിലാണ്. ഇന്നലെ ആ ഒരു റൂമിൽ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ റൂം ഒരു വായ്ക്ക് കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. എൻ്റെ പൂർവ്വനെ ചുമ്മാ സീൻ റൂമായിരുന്നു, വൃത്തികെട്ട റൂമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നേരെ മൈസൂർ പാലസിൽ പോകണം. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് ഓടിച്ച് കാണിക്കത്തേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ തവണ ഇതിനെക്കുറിച്ചൊക്കെ ഒരു വ്ളോഗ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ അട്ടി കൊടുത്തേക്കാം ഫുള്ളായിട്ട്. നിങ്ങളത് കയറി നോക്കുക. ആ സമയം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഫ്രണ്ട് വശത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഇവിടെ ഒന്നും വന്നില്ല, എന്നാൽ ഒത്തിരി താമസിച്ചായിരുന്നു. ഇത് നോക്കി, ഇതാണ് ഒരു ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോക്കി, ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ. അങ്ങനെ പാലസിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി നമ്മൾ വെളിയിൽ വന്നിട്ടുണ്ട്. വെളിയിൽ ചുമ്മാ അപ്പുറം വരെയൊക്കെ ഒന്ന് പോകുവാണ്. സമയം ഇപ്പം 12 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നേരെ ഊട്ടിക്ക് പോവാണ്. ഇത് നിങ്ങൾ ഓർക്കുമായിരിക്കും കഴിഞ്ഞ തവണ നമ്മൾ ഇതേപോലെയാണല്ലോ പോയെന്ന്. അവിടെ 13 ഡിഗ്രി ഒക്കെയാണെന്നാണ് കേട്ടത്. അപ്പോൾ എന്തായാലും ഊട്ടിയും കൂടെ പോകാം. നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ അകത്തൂടെ കയറിയിട്ട് മസനഗുഡി റൂട്ടായിരിക്കും പോകുന്നത്. ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ അകത്തൂടെ കേട്ടോ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം കയറിയതേ ഉള്ളൂ, ജസ്റ്റ് ഇവിടെ നിന്നാണ് കയറുന്നത്. ഇനിയിപ്പോൾ ഏതെങ്കിലുമൊക്കെ മൃഗങ്ങളൊക്കെ കാണുവാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് വരാട്ടോ. അപ്പം ദേണ്ട നമ്മുടെ മാൻ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇതുണ്ടോ, കുറേ എണ്ണം നിൽക്കുന്നത്. ഹായ് ഗായ്സ്, ഹലോ. വേണ്ട, അതിൻ്റെ ഇടയ്ക്ക് ആന നിൽക്കുന്നു കേട്ടോ. ഇതുണ്ടോ, നീ പതുക്കെ പോടാ. ഇതുണ്ടോ, അത് കുഴപ്പമില്ല. കണ്ടോ 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 കണ്ടോ, കാട്ടുപോത്ത് നിൽക്കുന്നു. കാട്ടുപോത്ത് 1 2 3 4 5 5 ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം നിൽപ്പുണ്ടോ. എന്തോരം മാനല്ലേ നിൽക്കുന്നേ. മാന, സിംഗവാലൻ, ഒരങ്ങ്. ആന വല്ല ഇവിടെ നിൽക്കുന്നില്ല. ഫോട്ടോ വീഡിയോ ഇരിക്കുന്ന കോഴിക്ക് പീലിയൊന്ന് വിടർത്തുവോ? പീലിയൊന്ന് വിടർത്തുവോ? ഇല്ല. അതെ, അവിടെ നോക്കിക്കേ, നമ്മുടെ ഒരു ആനേനെ കുളിപ്പിക്കുന്ന നോക്കിക്കേ. കണ്ടാ. ഇപ്പോൾ നമ്മളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മധുമല ടൈഗർ റിസർവിൻ്റെ അകത്താണ്. ഈ ഒരു റൂട്ടിലാണ് നമുക്കിനി പോകേണ്ടത്. നമ്മുടെ ചെറുക്കൻ്റെ അവിടെ കിടപ്പുണ്ട്. ഇതെങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസനഗുഡി റൂട്ടാണ്. കഴിഞ്ഞ തവണ നമുക്ക് ഈ ഒരു വഴി പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഈ തവണ നമുക്ക് ഈ ഒരു റൂട്ട് പോവാം. സെറ്റാട്ടോ. നമുക്ക് ഒത്തിരി അങ്ങോട്ട് ക്യാമറ തിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സീന. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് ബാക്കി കാണാം കേട്ടോ. ആ ഒരു ഭാഗം നോക്കിയേ, കിട്ടലിനല്ലേ, സെറ്റാ. ഇവിടെ വണ്ടി ഇവിടെ ഉണ്ട്. ഈ ഒരു ഹോട്ടലിൽ കയറി കഴിക്കാൻ വന്നതാണ് കേട്ടോ. ജസ്റ്റ് കയറിയിട്ട്, ഇത് നമ്മൾ കഴിഞ്ഞ തവണ കയറിയ സെയിം ഹോട്ടലാണ്. ഇപ്പോൾ കയറാം. പക്ഷേ ഇത് ആ ഒരു വ്യൂ ഉണ്ടല്ലോ എൻ്റെ മോനെ. അതെ, ഈ ഒരു ഭാഗമൊക്കെ നോക്കി എന്തായാലും എന്ത് രസമല്ലേ കാണാനായിട്ട്. ആ കാണുന്നത് എനിക്ക് തോന്നുന്നു ഊട്ടി തന്നെയായിരിക്കും. കാരണം ഇതിപ്പം മസനഗുഡി കഴിഞ്ഞ് നമ്മളിത് ഇങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ കാണുന്നത് നമ്മുടെ ഊട്ടി ആ ഒരു ഭാഗം തന്നെയായിരിക്കും. ഊട്ടിയുടെ മലകൾ തന്നെയാണ് ആ കാണുന്നത്. അങ്ങെല്ലാം കാണാൻ കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി നമുക്ക് പതുക്കെ ഇവിടെ നിന്നിട്ട് പതുക്കെ ചെറുക്കനായിട്ട് അങ്ങോട്ട് പോകാട്ടോ. ഇത് നോക്കി എന്തോരം കാട്ടുപോത്താണ് നിൽക്കുന്നതെന്ന്. ഇത് നോക്കി ഇഷ്ടംപോലെ വേണ്ടോർമ്മ നിൽക്കുന്നു. ഇന്ന് നോക്കി ആ വണ്ടിയുടെ സൗണ്ട് കേട്ടാ. ഇതാണ് നമ്മളെപ്പോഴും വീഡിയോസിലൊക്കെ കാണുന്ന ആ സ്ഥലങ്ങൾ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ.
എത്തിയിട്ടുണ്ട്. പക്ഷേ മൊത്തം മഴയാണ് കേട്ടോ, നല്ല രീതിക്ക് മഴയുണ്ട്. അത്യാവശ്യം മഞ്ഞും കയറി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹോട്ടൽ കിട്ടുമോയെന്ന് നോക്കണം. ഹോട്ടൽ കിട്ടുവാണെങ്കിൽ ഇവിടെ സ്റ്റേ അടിക്കും, ഇല്ലെങ്കിൽ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാനാണോ പ്ലാൻ. നിങ്ങൾക്കാണെങ്കിലും ഒന്നും കാണാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ഒരു തീരുമാനമായിട്ട് വരാം. നമ്മൾ ഊട്ടിയിൽ നിന്ന് തിരിച്ചു പോവാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റൂമൊക്കെ അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നേരെ തിരിച്ച് വീട്ടിൽ പോകുവാണ്. വേറെ പരിപാടിയൊന്നുമില്ല. മഴയുമാണ്, നല്ല തണുപ്പുമുണ്ട്, നല്ല കാറ്റുമുണ്ട്. അപ്പോൾ അതിന് മുമ്പ് എങ്ങനെയെങ്കിലുമൊക്കെ ഇറങ്ങി നേരെ കോയമ്പത്തൂരിലാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് 83 കിലോമീറ്ററാണ് കോയമ്പത്തൂരിനുള്ളത്. സമയം എന്ന് പറയുന്നത് 8:15 എന്തായാലും ചെല്ലുമ്പോൾ ഒരു സമയമാവും. പിന്നെ പോവാം. നമ്മൾ വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് നിർത്തി, ചുമ്മാ ഈ ഒരു കടയിൽ കയറി രണ്ട് ഇതൊക്കെ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. ഒരു കാപ്പിയൊക്കെ കുടിക്കാൻ വേണ്ടി. സമയമെല്ലാം കുടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. ഇത് വാരപ്പാളയം എന്ന് പറയുന്ന സ്ഥലമാണ്, അതായത് ധാരാപുരത്തിൻ്റെ അടുത്താണ്. നേരെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തീർക്കാം കേട്ടോ. സമയം ഇപ്പം 12 മണി ആയിട്ടുണ്ട്. ഇനി എപ്പം ചെല്ലുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എന്തായാലും അങ്ങനെ ഫൈനലി നമ്മളിത് കമ്പം എത്തിയിട്ടുണ്ട്. കമ്പത്തുനിന്ന് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ്. വേറെ പരിപാടിയൊന്നുമില്ല. സമയം എന്ന് പറയുന്നത് ഇപ്പം 3:30 കഴിഞ്ഞിട്ടുണ്ട്. 3:45 അടുത്തായിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായാലും ഒരു 4 മണി കഴിയും. 4-4:30 ആകാറാവുമായിരിക്കും. അപ്പോൾ ഇത് നോക്കിക്കേ, ഇവിടെ കുറേ വണ്ടിയൊക്കെ കിടപ്പുണ്ട്. അവിടെ കുറച്ച് പോലീസുകാരൊക്കെ ഇരിപ്പുണ്ട്. ഫുള്ള് സെറ്റാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വ്ളോഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കുറച്ച് മൃഗങ്ങളെ കണ്ടു, കുറച്ച് കാടുകൾ കണ്ടു, ആ പാലസിൻ്റെ കുറച്ച് ഇത് കണ്ടു, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഊട്ടി പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ പോയതാണ്. റൂം കിട്ടുവാണെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാം. പിന്നെ മെയിനായിട്ട് പോകാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാട്ടിക്കൂടെ പോകാൻ വേണ്ടിയാണ്. ഇവർ കാരണം പോയിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ പോകാമെന്ന് ഓർത്തു. അപ്പോൾ അങ്ങനെ പോയി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, കുറേ മൃഗങ്ങളെയും കണ്ടു. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ, ടാറ്റാ.